വിദ്യാഭ്യാസ വകുപ്പ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചപ്പോൾ ലഹരിക്കെതിരായ ബോധവൽക്കരണ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അധ്യയന വർഷത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പൗരബോധം ഉളവാക്കുന്ന വിഷയങ്ങളെ മുൻനിർത്തി ദിവസവും ഓരോ മണിക്കൂർ എന്ന നിലയിൽ കുട്ടികൾക്ക് പ്രവർത്തനാധിഷ്ഠിത ക്ലാസുകൾ നൽകി വരുന്നുണ്ട്. വായനയ്ക്ക് വേണ്ടി ഒരാഴ്ചക്കാലം 1-2 ആഴ്ചക്കാലം നീക്കിവയ്ക്കുകയും ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്നവരെ അനുമോദിക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും നല്ല കാര്യം. ഞാൻ അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. ഈ വർഷം ആദ്യത്തെ 2 ആഴ്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായും വിജയിച്ചില്ലെങ്കിൽ അടുത്ത വർഷം വിജയിക്കും. ഞാനിന്നലെ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ കൊല്ലത്ത് ഇതേപോലെ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ അവിടെ ക്ലാസ്സെല്ലാം നടന്നെന്നെല്ലാം പറഞ്ഞു. ഒരു കുട്ടിയോട് ചോദിച്ചു, എന്താ പിന്നെ മോൻ പഠിച്ചത്? ഞാൻ ട്രാഫിക് റൂൾസിനെ പറ്റി പഠിച്ചു. കുട്ടി പറയുക, ഞാൻ ട്രാഫിക് റൂൾസിനെ പറ്റി പഠിച്ചു. നമ്മളിതെല്ലാം പ്രാഥമികമായി തന്നെ അറിഞ്ഞിരിക്കണം. എന്താണ് ട്രാഫിക് റൂൾ, എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ ലഹരി പദാർത്ഥവുമായിട്ട് ബന്ധപ്പെട്ട. നിങ്ങളാരും പരിചയമില്ലാത്ത ആരെങ്കിലും മുട്ടായിയോ പൊതിയോ കയ്യിൽ നിന്ന് നിങ്ങൾ ആരും വാങ്ങാൻ പാടില്ല. വാങ്ങോ? ശക്തി പോരല്ലോ. വാങ്ങാൻ പാടില്ല. അതെല്ലാം നമ്മളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളിലേക്ക് പോവുകയാണ്. മറ്റൊരു കാര്യം, മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. വിദ്യാലയത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധപൂർവ്വം കൊണ്ടുവന്നാലേ മതിയാവൂ എന്നുള്ളവർ പ്രിൻസിപ്പാളിൻ്റെയോ ക്ലാസ് ടീച്ചറിൻ്റെയോ കസ്റ്റഡിയിൽ കൊടുത്ത ശേഷം ക്ലാസ്സിലെത്തേക്ക് പോകുക. അതല്ലാതെ മൊബൈലിലുള്ള കളിയും വിദ്യാഭ്യാസ പഠനം കൂടെ രണ്ടും ഒരുമിച്ച് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ചില നടപടിക്രമങ്ങൾ എടുക്കേണ്ടി വരും. അതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ മത്സര പരീക്ഷയിലും കേരളം 1ാം സ്ഥാനത്ത് വരുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.